ഹലോ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ ജോൺസൺ വർക്കിയാണ്. ഞാനിപ്പോൾ ഉള്ളത് മുളക്കുളം ഗ്രാമപഞ്ചായത്ത് കാരിക്കോട് ചെമ്മഞ്ചി എന്ന സ്ഥലത്താണ്. ചെമ്മഞ്ചി എന്ന സ്ഥലത്താണ് വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ നാമധേയത്തിലുള്ള പുണ്യപുരാണമായ ഒരു ദേവാലയം ഇവിടെ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം മതസൗഹാർദ്ദത്തെ വിളിച്ചോതുന്ന ഒട്ടനവധി കാഴ്ചകൾ ഉള്ള നാടാണ്. ഈ ചെമ്മഞ്ചി എന്ന സ്ഥലത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഇവിടെ വിളക്ക് കൊളുത്തുന്നതും ദേവാലയത്തിലെ പ്രദക്ഷിണത്തിനോടനുബന്ധിച്ച് തിരുനാളിലെ സദ്യ ഒരുക്കുന്നതും വേളോൻ സമുദായത്തിൽപ്പെട്ട ഒരു കൂട്ടം ആളുകളാണ്. എൻ്റെ ഭർത്താവ്, എൻ്റെ അമ്മ, അച്ഛൻ, ഭർത്താവിൻ്റെ അമ്മ എല്ലാവരും ഇവിടെ വന്ന് അനുഗ്രഹം ഇങ്ങനെ കാണിക്കുന്നു. ഞങ്ങൾ അതിൻ്റെ ഏറ്റെടുത്ത് ചെയ്യുന്നു. ഞങ്ങളുടെ പിള്ളേരുടെ അടുവിടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. നമ്മുടെ ഇവിടെ ഞങ്ങൾക്ക് അനുഗ്രഹം കിട്ടുന്നുണ്ട്. ആർക്കും ഒരു ആപത്തും വരാതെയൊക്കെ നോക്കുന്നുണ്ട്. കോഴിക്കോട്ട് പെരുന്നാളിൽ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. എന്താണ് അവകാശം? അത് കാരണന്മാരായിട്ട് തലമുറയായിട്ട് കൈകാര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പള്ളിയിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളാണ് ഇവിടെ വരുന്നത്. ഇവിടെ ജാതിവാദം അങ്ങനെ ഒന്നുമില്ല. എല്ലാ ഹിന്ദുക്കളും എല്ലാവരും വന്ന് ഇവിടെ മെഴുതിരി കത്തിക്കും, എണ്ണയും തിരി കത്തിക്കും. ഇവിടെ ഈ പ്രദേശത്തുള്ളവർക്ക് ഭയങ്കര ഇതാണ്. അതുകൊണ്ട് അങ്ങനെ ജാതിമതമായിട്ട് ഒന്നുമില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വഴിയോട് നടക്കുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അച്ഛനപ്പൂപ്പന്മാരെ വിട്ട് ഇതിങ്ങനെ ചെയ്തു വരുന്ന ഞങ്ങളിങ്ങനെ പിള്ളേരായിട്ട് അങ്ങ് ഏറ്റെടുത്ത് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അവരിതിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടില്ലേ? അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് തൊട്ട് ഇവിടെ ഈ നേർച്ച ഒരുക്കുന്നൊക്കെ അവരായിരുന്നു. അപ്പൊ അവർക്കുള്ള ഒരു കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പിന്നെ അത് ഞങ്ങൾ പിള്ളേർ സെറ്റ് ഏറ്റെടുത്ത് ഞങ്ങളെ വിളിച്ചോണ്ട് വരുമായിരുന്നു. അപ്പൊ ഞങ്ങള് അവർക്കുള്ള ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോ ഞങ്ങൾ അത് തിരിച്ച് ഞങ്ങൾ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞങ്ങളുടെ കാലഘട്ടം കഴിയുമ്പോൾ ഞങ്ങൾ പിള്ളേർ കാരണന്മാരെ ഏൽപ്പിക്കും. അപ്പോൾ അങ്ങനെയാണ് അത് നടത്തിക്കൊണ്ട് വന്ന് അങ്ങനെയാണ് ഈ പള്ളി ഇവിടെ ഉണ്ടായി. പള്ളിയിലെ എല്ലാ ആവശ്യത്തിനും ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാ കാര്യത്തിനും ഞങ്ങളെയാണ് ഏൽപ്പിക്കുന്നത്. അങ്ങനെയാണ് കാരണന്മാരിങ്ങനെ വെച്ച് കഴിഞ്ഞത്. അപ്പോൾ കാരണന്മാർ വെച്ച് കഴിഞ്ഞപ്പോഴും ഞങ്ങൾ മക്കൾ ഇത് നടത്തിക്കൊണ്ട് പോകും. ഞങ്ങൾക്കൂടെ ഒരു അവകാശം. ഇത് പ്രധാനപ്പെട്ട ഭക്ഷണം എന്നാ നമ്മൾ പ്രധാനമായിട്ട് ഉണ്ടാക്കണേ? അപ്പം കോഴി അല്ലേ? കോഴി നിങ്ങൾ തന്നെയാണ് ശരി ഉണ്ടാക്കുന്നത് അല്ലേ? ഇവിടെ എത്ര വർഷമായിട്ട് നമ്മുടെ പള്ളിയിലെ വിളക്ക് കത്തിക്കാനായിട്ട്? ഇവിടെ കൂടുതലും ഹിന്ദുക്കളാണ് ഇവിടെ വിളക്ക് വയ്ക്കുന്നത് അല്ലേ? നമ്മുടെ വീട്ടിലെന്തെങ്കിലും എഴുതുന്നതൊക്കെ കാണുമ്പോഴത്തേനും നമ്മളൊരു വഴിപാട് ഈ പള്ളിയിലേക്ക് നേർന്നു കഴിഞ്ഞാണ്ടല്ലോ. അപ്പൊ അത് പിന്നെ എഴുതുന്നതിന്റെ ശല്യം നമുക്കുണ്ടാവും. ഗീവർഗീസ് ഭയങ്കര ശക്തിയാണ്. ഞങ്ങളുടെ ഇവിടെ ഒന്നും പാമ്പൊന്നുമില്ല. ഇപ്പൊ ഈ പ്രാവശ്യം വിളിച്ചാൽ മതി. ഇവിടെ പാമ്പ് ഈ ഭാഗത്ത് നമുക്ക് നമ്മുടെ വീട്ടിൽ വന്നാലും പിന്നെ ആ സാധനം ഇതിൽ പോലും കാണാൻ പറ്റില്ല. പാമ്പ് ചെമ്പത്തേട്ട ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പാമ്പുണ്ട്. നമ്മള് ഈ പാമ്പിനെ കാണുമ്പോൾ പുണ്യാളാന്ന് ഒരു വിളി വിളിച്ചാൽ മതി. അപ്പൊ ആ സാധനം ഇതിലെ പോകുന്നത് പിന്നെ പറയാൻ പറ്റില്ല. നമ്മൾ നോക്കുമ്പോൾ അവിടെ ആ ഏരിയ കാണത്തില്ല.
നാട്ടിൽ നിന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പം തൊട്ട് ഇവിടെ ഞങ്ങൾ കളിച്ചു വളർന്ന ഈ ഏരിയയിലൊക്കെയാണ് ഞങ്ങൾ കളിച്ചു വളർന്നത്. ഇവിടെ പാമ്പിൻ്റെ ശല്യങ്ങൾ തീരെ ഉണ്ടെങ്കിലും ഇവിടെ ആരെയും ഉപദ്രവിച്ച് ആരും വിഷം തീണ്ടി ആരും മരിച്ചിട്ടില്ല. കാരണം ഈ പുണ്യാളനെ വിളിക്കും. കാരണം ഞങ്ങളുടെ മുറ്റത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എൻ്റെ പുണ്യാള ഇതേപോലെ കണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ടോർച്ചോ എന്തെങ്കിലും വെട്ടെടുക്കാൻ പോകുമ്പോഴത്തേനും ഈ പാമ്പ് കിടന്നു വരും. കാരണം ഈ പുണ്യാളെ വിളിക്കുമ്പോഴത്തേനും അത് പോകും. കാരണം അതാണ് വിളക്കാണ് കൂടുതലും കത്തിക്കുന്നത്. പ്രദക്ഷിണം വരുമ്പോൾ ഞങ്ങളിവിടെ സജീവമായിട്ട് ഇവിടെ പ്രദക്ഷിണം കഴിയുന്നവരെ ഞങ്ങൾ വിളക്ക് കത്തിച്ച് അത് ഞങ്ങളുടെ ഒരു അവകാശമാണ്. അത് പള്ളിക്കാർക്കും അറിയാം, കമ്മിറ്റിക്കാർക്കും എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ ഒരു അവകാശം. പരിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ നാമത്തിൽ മുറന്തൂക്കിൽ കുടുംബാംഗങ്ങളുടെ ഒരു ഫാമിലി ചർച്ചാണ് ഗീവർഗീസ് സഹദായുടെ അതിപരിശുദ്ധമായ നാമത്തിൽ ഏകദേശം 150 വർഷങ്ങൾക്ക് അപ്പുറം ഈ മനോഹരമായ കുന്നിൻ പ്രദേശത്ത് സ്ഥാപിതമായിട്ടുണ്ട്. മുറന്തൂക്കിൽ കുടുംബാംഗങ്ങളായിട്ടുള്ള ആളുകളോടൊപ്പം തന്നെ ഈ പ്രദേശത്തുള്ള മറ്റ് ക്രൈസ്തവ കുടുംബങ്ങളും അക്രൈസ്തവരായിട്ടുള്ള ധാരാളം ആളുകളും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട്. ഗീവർഗീസ് സഹദായുടെ പെരുന്നാൾ ഈ മെയ് മാസം 4, 5, 6 തീയതികളിലായിട്ട് ഇവിടെ ആഘോഷിക്കുകയാണ്. അതിപരിശുദ്ധമായ ഈ പെരുന്നാളിൻ്റെ എല്ലാ കാര്യങ്ങളിലും ജാതിമത ഭേദമന്യേ ഈ ദേശത്തുള്ള ആളുകൾ അത്യുത്സാഹത്തോടുകൂടി പങ്കെടുക്കുന്നു. ഈ ഇടവകക്കാരും കുടുംബാംഗങ്ങളുമായിട്ടുള്ള 7 വൈദികർ ഈ പള്ളിയിൽ കാലാകാലങ്ങളിൽ ശുശ്രൂഷ ചെയ്യുകയും ആത്മീയ നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഗീവർഗീസ് സഹദായെക്കുറിച്ച് പ്രത്യേകമായ ഒരു വിശദീകരണത്തിൻ്റെയോ പ്രബോധനത്തിൻ്റെയോ ആവശ്യമില്ല. വിളിച്ചാൽ വെളിപ്പുറത്ത് വന്ന് സങ്കടങ്ങൾ കേൾക്കുന്ന, വിശ്വാസികൾക്ക് സംരക്ഷണം നൽകുന്ന ആ പരിശുദ്ധൻ ഈ ദേശത്തിനും കാവൽക്കാരനും ഇവിടെയുള്ള അനേക ആളുകൾക്ക് ആ വിശുദ്ധൻ്റെ മധ്യസ്ഥത മുഖാന്തരമായിട്ട് അനുഗ്രഹങ്ങളും ദൈവ കൃപകളും ലഭിക്കുന്നു എന്നുള്ളത് ഓരോ വർഷവും ഈ പെരുന്നാളിന് ചേർന്നു വരുന്ന ആളുകളുടെ സംഖ്യ ക്രമാതീതമായി വർദ്ധിക്കുന്നത് ഒരു വലിയ ദൃഷ്ടാന്തമാണ്. ഈ പെരുന്നാളിനെ സംബന്ധിക്കുന്ന എല്ലാവർക്കും, ഈ ദേശത്തുള്ളവർക്കും എല്ലാ ആശംസകളും പെരുന്നാളിൻ്റെതായ അനുഗ്രഹങ്ങളും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
അത്യപൂർവമായ ഒരു കാഴ്ചയാണ് വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാളിനോടനുബന്ധിച്ച് ചെമ്മഞ്ചിയിൽ കാണുന്നത്. പ്രദർശനത്തിൻ്റെ ഏറ്റവും മുൻനിരയിലായി തീവട്ടിയാണ് ഉപയോഗിക്കുന്നത്. തീവട്ടി ഏന്തിയ വേളവൻ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് പ്രദർശനത്തിനെ ഏറ്റവും മുൻനിരയിലായി നയിക്കുന്നത്. പുണ്യപുരാണമായ ഈ ദേവാലയത്തെക്കുറിച്ച് നിരവധി ചരിത്രങ്ങളാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന പുണ്യവാളനാണ് വിശുദ്ധ ഗീവർഗീസ് സഹദ. ഈ പ്രദേശത്ത് ഏതെങ്കിലും ഒരു കുടുംബത്തിൽ പാമ്പിൻ്റേതായ ശല്യം കണ്ടാൽ പുണ്യാള എന്ന് വിളിച്ചാൽ ഉടൻ തന്നെ ആ പാമ്പ് അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്ന ഒരു സംഭവമാണ് ഇവിടെ പരിസരവാസികൾ സംസാരിക്കുന്നത്. കൂടാതെ പുണ്യാളൻ്റെ അനുഗ്രഹങ്ങൾ തേടി നിരവധിയായ ആളുകളാണ് അന്യ സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാട് എണ്ണയും തിരിയുമാണ്. ഇവിടെ ഈ ചെമ്മഞ്ചിപ്പള്ളിയിൽ വർഷങ്ങളായിട്ട് നിങ്ങളാണല്ലോ പാചകം ചെയ്യുന്നല്ലേ? നിങ്ങളൊരു അവകാശമാണത്. കൂട്ടാളികൾ എത്ര പേരുണ്ട് ഇവിടെ? 25 പേരുണ്ട്. എത്ര വർഷമായിട്ട് ഇവിടെ ചെയ്യുന്നു? ചെറുപ്പം മുതലുണ്ടല്ലോ ഇവിടെ. കാരണവന്മാരായിട്ട് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഏത് സമുദായത്തിൽപ്പെട്ട ആളുകളാണ്? വേളാ സമുദായത്തിൽപ്പെട്ട ആളുകളാണല്ലേ? അപ്പൊ ഹിന്ദുക്കളാണ് ഇവിടെ വിളക്ക് വയ്ക്കുന്നതും ബാക്കി പാചകങ്ങളെല്ലാം ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ അവകാശമാണത്. അത് കേരളത്തിൽ തന്നെ അത്യപൂർവമായിട്ട് കാണുന്ന ഒരു സംഭവം തന്നെയാണിത്. ഈ ചെമ്മഞ്ചിപ്പള്ളിയിൽ നടക്കുന്ന ഗീവർഗീസ് സഹദായുടെ തിരുനാളിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ സദ്യ ഉണ്ടാക്കുന്നതെല്ലാം ഇവിടെ പരിസരത്ത് താമസിക്കുന്ന വേളോൻ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. ഏകദേശം ഒരു 10-25 പേരെടുത്ത് ഇവിടെയുണ്ട്. നമ്മുടെ പള്ളിയുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയൊരു വിശ്വാസം തന്നെയാണ് ഇവിടെ. ഗീവർഗീസ് സഹദായുടെ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഗീവർഗീസ് സഹദായുടെ അനുഗ്രഹം പ്രാപിക്കുന്നതിനായിട്ട് അന്യ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഇവിടെ വിളക്ക് കത്തിക്കുന്നതും ഇവിടെ പാചകം ചെയ്യുന്നതും നേർച്ചയ്ക്കുള്ള സദ്യകളെല്ലാം വിളമ്പുന്നതുമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതിരാവിലെ
മുറുന്നൂക്കിൽ അച്ഛന്റെ മുറുന്നൂക്കിൽ ഫാമിലിയുടെ തന്നെ ഒരു മുറുന്നൂക്കിൽ ഫാമിലിയുടെ സ്വന്തമായിട്ടുള്ള പള്ളിയാണ്. ഞങ്ങള് ആർക്കും അഫിലിയേറ്റ് ചെയ്തിട്ടില്ല, നിഷ്പക്ഷമായിട്ട് നിൽക്കുന്നു. ഇവിടെ വന്നപ്പോൾ അത്യപൂർവമായ ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. കാരണം ഇവിടെ വേളോൻ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അവർ പറഞ്ഞു ഞങ്ങളുടെ ഒരു അവകാശം തന്നെയാണ് എന്ന് പറഞ്ഞാൽ പാചകവും എല്ലാ കാര്യങ്ങളും അവർ തന്നെയാണ് ഇവിടെ എല്ലാ വർഷവും കൃത്യമായിട്ട്. സാധാരണ കേരളത്തിൽ നിന്ന് മതസൗഹാർദ്ദത്തെ ഉറപ്പിക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ വർഗീയ ലഹളകളും എല്ലാം ഉണ്ടാകുന്ന സമയത്തും ഈ ചെമ്മഞ്ചി ഗിബിൻസഹദായുടെ അടുത്ത് വന്ന് ഈ മതസൗഹാർദ്ദത്തെ വിളിച്ചോതുന്ന ഒരു പ്രത്യേക കാഴ്ച തന്നെയാണ് ഇന്നലെ വന്നപ്പോൾ. ഏകദേശം 22 പേരുള്ള പിന്നെ ഇടവക്കാര്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടുത്തെ മറ്റ് മതസ്ഥരാണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. ഈ സമീപ പ്രദേശങ്ങളിൽ ഏകദേശം 21 മത ജാതി വ്യത്യാസങ്ങളുള്ളവരുണ്ട്. ഈ കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും കുറവായിട്ടുള്ള വളരെ കുറച്ച് കാണാൻ പറ്റുന്ന അവസ്ഥയാണ് ഇവിടെ. അപ്പൊ ഇത്രയും 21-22 മതത്തിൽപ്പെട്ട ഹിന്ദു മതത്തിൽപ്പെട്ട തന്നെ പല വിഭാഗത്തിലും പല കമ്മ്യൂണിറ്റിയിലും പെട്ടവര് കൃത്യമായിട്ടോട് വരികയും ശരി ന്യായം വരികയും പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയോട് പ്രയോജനം കിട്ടുകയും അവരുടെ മക്കൾക്ക് ജോലി കിട്ടുകയും വിവാഹം നടക്കുകയും ചെയ്യുന്നു. അവരതിനായ സംഭാവന പള്ളിക്ക് തന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ പള്ളി നടന്നു പോകുന്നത്. ദൂരദേശങ്ങളിൽ നിന്ന് തന്നെ ആളുകൾ ദൂരദേശങ്ങളിൽ കേട്ടറിഞ്ഞ് ഇങ്ങോട്ട് വരുന്നുണ്ട് ഇങ്ങനെ പള്ളിയെ പറ്റി കേട്ടറിഞ്ഞ് നടക്കുന്നത്. ഇപ്പോൾ പാചകം ചെയ്യുന്നത് ഇവിടെ അന്യ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഇവിടെ വിളക്ക് വയ്ക്കുന്നതും പാചകം ചെയ്യുന്നതൊക്കെ ഇവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കോഴി നേർച്ചയാണല്ലോ ഇപ്പം പ്രധാനം. ഈ കോഴി നേർച്ചയ്ക്കായിട്ട് അന്നത്തെ കാലങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് വീടുകളിൽ നിന്ന് കോഴികൾ കൊണ്ടുവരികയാണ്. അത് കൊണ്ടുവന്ന് നാടൻ കോഴികളാണ്, ഇന്നത്തെ പോലെ ബ്രോയിലർ ചിക്കനൊന്നുമല്ല. അതിവിടെ കൊണ്ടുവന്ന് പള്ളിയിൽ സംരക്ഷിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളാർ സമുദായത്തിൽപ്പെട്ട അംഗങ്ങൾ അവർ വളരെ ആത്മാർത്ഥത്തോടുകൂടി വളരെ ഡെഡിക്കേഷനോടുകൂടി അവർ തന്നെ ഇതിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം നടത്തി എല്ലാ കാര്യങ്ങളും അവരാണ് ചെയ്തിരുന്നത്. അത് ഇപ്പോഴത്തെ പുതിയ തലമുറ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ രാവിലെ വന്നപ്പോൾ തന്നെ പാചകങ്ങളെല്ലാം അവർ 10-25 പേരുണ്ട്. അവർ പറഞ്ഞ് ഞങ്ങളുടെ ഒരു അവകാശം തന്നെയാണ്. ശരിക്കും അവരുടെ ഒരു ആത്മാർത്ഥമായ സഹകരണം കൊണ്ടാണ് നമ്മളിതൊരു പുരി എന്നുള്ള രീതിയിലല്ല അവരതിൻ്റെ അവരുടെ ഒരു. അതുപോലെ ഇന്നലെ പ്രദർശനത്തിന് മുൻപായിട്ട് ഇവിടെ ഹിന്ദു ജനങ്ങളായ ആളുകളാണ് ഇവിടെ നിലവിളക്ക് വെക്കുന്നതും വിളക്ക് കത്തിക്കുന്നതും എല്ലാം. അതുപോലെ തന്നെ അതിന്റെ മുമ്പിൽ പന്തം തെളിക്കുന്നതും എല്ലാം ഈ സമാജത്തിലെ ആൾക്കാർ പറഞ്ഞു കേട്ടിരിക്കുന്നത്. ഈ പള്ളി വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മൂർഖമാർ അവരുടെ പണിക്കാരുടെ ഇടയിലൂടെ വരികയും അപ്പോൾ അത് വന്നുകൊണ്ടിരുന്ന ആൾക്കാരെ കൊല്ലാൻ നോക്കിയപ്പോൾ അതിന് കിട്ടിയില്ല. അപ്പോൾ അവിടെ നിന്ന് മൂത്ത പണിക്കൻ പറഞ്ഞു സമുദായിക്ക് പവർ ശക്തി ഉണ്ടെങ്കിൽ അപ്പോൾ ആകുമ്പോൾ തിരിച്ചു വരും. കർണമ്പാൽ പറയുന്നത് നമുക്ക് ഇപ്പോഴത്തെ പുതിയ തലമുറയെ വിശ്വസിക്കത്തെന്ന് പറയുന്നത് അവിടെ പാമ്പ് തിരിച്ചു വരികയും അന്ന് പാമ്പിനെ തല്ലിക്കൊല്ലുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്.